തട്ടേക്കാട് ചേലമല കൂരികുളം ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ തുരത്തൽ ആരംഭിച്ചു. ആനകൾ നിരന്തരം റോഡ് ക്രോസ് ചെയ്യുന്നതും ജനവാസ മേഖലകളിൽ നാശം വരുത്തുന്നതും പതിവായ സാഹചര്യത്തിലാണ് ആനകളെ തുരത്താൻ തീരുമാനിച്ചത്. പുരയറമ്പിൽ ഉടൻ ഹാങ്ങിംഗ് ഫെൻസിംഗ് പണികൾ ആരംഭിക്കുമെന്നും ശാശ്വത പരിഹാരം ട്രെഞ്ച് തന്നെ ആയിരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു. ആദ്യം വനം വകുപ്പ് ജനവാസ മേഖലയിലൂടെയാണ് ഫെൻസിംഗിന് ടെൻഡർ നൽകിയത്. പക്ഷേ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പുഴയോരത്തേക്ക് മാറ്റി. കാട്ടാനകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതുകൊണ്ടാണ് തീറ്റ തേടി ആനകൾ നാട്ടിലെത്തുന്നത്. ജനസുരക്ഷയ്ക്ക് വേണ്ടി വനം വകുപ്പ് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നും നിരന്തരം ആനശല്യമുള്ള സ്ഥലത്ത് വാച്ചർമാരെയും ആറാട്ട് ടീമിനെയും നിയോഗിക്കണമെന്നും മാമച്ചൻ ജോസഫ് പറഞ്ഞു. ആനകളുടെ എണ്ണം നമുക്കറിയാം, പണ്ട് പറഞ്ഞതുപോലെ ഒന്നുമല്ല. ആനകളൊന്നും ഈ ഒരു 4-5 കൊല്ലമായിട്ടാണ് ഇതുപോലെ രൂക്ഷമായ ശല്യം നമ്മുടെ പഞ്ചായത്തിലുണ്ടാവുന്നത്. എന്തായാലും നമുക്ക് സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് ഫെൻസിംഗ് നമുക്ക് അനുവദിച്ച ഹാങ്ങിങ് ഫെൻസിംഗിന് ടെൻഡർ ആയിട്ടുണ്ട്. ഉടൻ തന്നെ അതിൻ്റെ നടപടികൾ ആരംഭിക്കും. നമ്മുടെ പുഴയറമ്പിൽ കൂടി ഇടുന്നതുകൊണ്ട് അത് വളരെയധികം ഉപകാരപ്രദമാണ്. പുഴയറമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായ മെയിൻ്റനൻസോടും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആനകളെ കൂടെ കയറുവാൻ സാധ്യതയില്ല. പക്ഷേ എന്നിരുന്നാലും അതിനുള്ള നമുക്കെന്തായാലും ആന കയറി പഠിച്ച സ്ഥിതിക്ക് തീറ്റ തേടിയ ആനകൾ വീണ്ടും വീണ്ടും കടന്നു വരുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്താണെങ്കിലും നമ്മളെല്ലാം വളരെ കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കുട്ടമ്പുഴയുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ റൂട്ടിൽ പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെയും നമുക്കിവിടെ 11 kV ലൈനുള്ളൂ. LT ലൈൻ ഇല്ലാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട MLA വെച്ചിരിക്കുന്ന ഒരു ഫണ്ട് എത്രയും വേഗം അനുവദിപ്പിച്ച് തരാമെന്ന് ബഹുമാനപ്പെട്ട കളക്ടറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.